എല്ലാവർക്കും നമസ്കാരം. എക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ IPL 17ാം സീസണിൻ്റെ 3ാം റൗണ്ട് പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇപ്പോൾ 14ാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് നേരിടുകയാണ് രാജസ്ഥാൻ റോയൽസിനെ. മുംബൈയുടെ ഹോം ഗ്രൗണ്ടായിട്ടുള്ള വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 മത്സരങ്ങളും പരാജയപ്പെട്ടാണ് ഹോം ടീം മുംബൈ വരുന്നതെങ്കിൽ കഴിഞ്ഞ 2 മത്സരങ്ങളും വിജയിച്ചുകൊണ്ടാണ് രാജസ്ഥാൻ്റെ വരവ്. അപ്പോൾ മുംബൈയെ നേരിടാൻ ഇറങ്ങുമ്പോൾ രാജസ്ഥാൻ റോയൽസിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഓപ്പണിങ്ങിലെ ഫോം ഇല്ലായ്മ. IPL കഴിഞ്ഞ 2-3 സീസണുള്ള കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ജോഡിയുള്ള ഫ്രാഞ്ചൈസിയാണ് രാജസ്ഥാൻ റോയൽസ്. ഇംഗ്ലണ്ട് താരം ജോസ് ബട്ട്ലറും ഇന്ത്യൻ യുവതാരം യശസ്വി ജയ്സ്വാളും അടങ്ങുന്ന ഓപ്പണിംഗ് കോംബോ വളരെ മികച്ചത് തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ നിന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ ഈ 2 ഓപ്പണർമാർക്ക് സാധിച്ചിട്ടില്ല. ലക്നൌവിനെതിരെ പോരാട്ടത്തിൽ ജോസ് ബട്ട്ലർ 11 റൺസ് നേടിയാണ് പുറത്തായത്. DCക്കെതിരെ 11 റൺസ് മതി നേടിയിട്ടുണ്ടായിരുന്നു. ജയ്സ്വാൾ ആകട്ടെ LSCക്കെതിരെ 24 റൺസും 3 4 1 6 ഉൾപ്പെടെ 24 റൺസായിരുന്നു നേടിയതെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ 5 റൺസ് മാത്രമെടുത്താണ് താരം പുറത്തായത്. സോ ഈ 2 സ്റ്റാർ ബാറ്റർമാരും അത് ഓപ്പണിങ്ങിൽ ഫോം കണ്ടെത്താനാകാതെ ഉലയുമ്പോൾ രാജസ്ഥാനെ സംബന്ധിച്ച് മുംബൈയെ പോലെ കരുത്തുറ്റ ബൗളിംഗ് ഉള്ള ടീമിനെ നേരിടാൻ എത്തുമ്പോൾ അത് വമ്പൻ പ്രശ്നങ്ങൾക്ക് തന്നെ വഴി തുറന്നേക്കാം. സോ അതിനാൽ തന്നെ രാജസ്ഥാൻ റോയൽസിന് ഏറ്റവും പരിഹരിക്കപ്പെടേണ്ട ഒരു പോരായ്മ തന്നെയാണ് ഓപ്പണിങ്ങിലെ ഈ ഒരു ഫോമില്ലായ്മ. ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ സീസണിൽ ബാക്കിയുള്ള മത്സരങ്ങളിൽ രാജസ്ഥാനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുകൾ ഏറെയും. കഴിഞ്ഞ 2 മത്സരത്തിലും റിയാൻ പരാഗ് എന്ന ഒരു താരത്തിൻ്റെ ഇന്നിങ്സ് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു കഴിഞ്ഞ മത്സരത്തിലും ഡൽഹിക്കെതിരെ രാജസ്ഥാനെ ഒരു മികച്ച ടോട്ടലിലേക്ക് എത്തിച്ചതും അതുവഴി ആ ഒരു സീസണിലെ 2ാം വിജയത്തിലേക്ക് നയിച്ചതും. മുംബൈ പോലൊരു കരുത്തൂര ടീമിനെ നേടാനിറങ്ങുമ്പോൾ നമുക്കറിയാം SA20 ലീഗിൽ ലീഡിംഗ് റൺ സ്കോറേഴ്സിൻ്റെ പട്ടികയിൽ 2ാമതെത്തിയാണ് ജോസ് ബട്ട്ലർ IPLലേക്ക് എത്തുന്നത്. ഇംഗ്ലണ്ടിനെതിരെ അവസാനമായി നടന്ന ബാസ്ബോൾ ടെസ്റ്റിൽ 5 ടെസ്റ്റിൽ നിന്നായി 2 ഇരട്ട സെഞ്ചുറി ഉൾപ്പെടെ 700 മുകളിൽ സ്കോർ ചെയ്ത് നേടിയ താരമാണ് യശസ്വി ജയ്സ്വാൾ. സോ 2 പകിട്ടോടെയാണ് ഈ 2 താരങ്ങൾ IPLലേക്ക് എത്തുന്നത്. എന്നാൽ കഴിഞ്ഞ 2 മത്സരങ്ങളിലും പാടെ പരാജയമായത് RR മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് പുതിയ പ്രശ്നങ്ങൾക്കാണ് തുടക്കം കുറിക്കാൻ പോകുന്നത്. നമുക്കറിയാം സ്പിന്നിനെ നേരിടാനാണ് ബട്ട്ലറെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു പണി എന്ന് പറയുന്നത്. കഴിഞ്ഞ സീസൺ അടക്കം പലതവണ സ്പിന്നർമാർക്ക് മുമ്പിൽ എസ്പെഷ്യലി ലെഗ് സ്പിന്നേഴ്സിന് മുൻപിൽ ബട്ട്ലറുടെ വിക്കറ്റുകൾ പലതവണയായിരുന്നു വീണിട്ടുണ്ടായിരുന്നത്. ഈ സീസണിലും അത് ആവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ കുൽദീപ് യാദവിൻ്റെ പന്തിൽ ക്ലീൻ ബൗൾഡായിട്ടായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റൻ, ഇംഗ്ലണ്ട് നാഷണൽ ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടിയായ ജോസ് ബട്ട്ലർ പുറത്തായത്. ജയ്സ്വാളിനെ സംബന്ധിച്ച് അതേ കഴിഞ്ഞ ആദ്യ മത്സരത്തെ LSCക്കെതിരെ പോരാട്ടത്തിൽ നമുക്കറിയാം ഒരു ഓവറിൽ ഈ ഒരു സീസൺ മുതൽ 2 ബൗൺസറുകളാണ് പെർമിറ്റ് ചെയ്തിട്ടുള്ളത്. മോസിൻ ഖാൻ എന്ന് പറഞ്ഞ ഓവറിൽ ഒരു ബൗൺസറിൽ ഒരു ആവശ്യമില്ലാത്ത ഷോട്ടിന് ശ്രമിച്ചായിരുന്നു അന്ന് ജയ്സ്വാൾ പടികേറിയത്. സോ ഈ 2 താരങ്ങളുടെയും ഫോമില്ലായ്മ തുടരുകയാണെങ്കിൽ RRനെ സംബന്ധിച്ച് മുംബൈ പോലെ കരുത്തുറ്റ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റുള്ള ടീമിനെതിരെ നേരിടാൻ എത്തുമ്പോൾ അത് ഒരു വലിയ പരാജയത്തിലേക്ക് തന്നെ അവരെ നയിച്ചേക്കാം. സോ എന്നിരുന്നാലും കാത്തിരിക്കാൻ കഴിഞ്ഞ 2 മത്സരങ്ങളും വിജയിച്ച് വമ്പൻ ഫോമിൽ തന്നെ മുംബൈ അവരുടെ തട്ടകത്തിൽ നേരിടാൻ എത്തുന്ന രാജസ്ഥാൻ റോയൽസിന് ബട്ട്ലറുടെയും ജയ്സ്വാളിൻ്റെയും ആ ഒരു തിരിച്ചുവരവ് കൂടി കൂടുതൽ ആഘോഷമാകട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.